ഫ്രണ്ട്സ്, വളരെ എന്താ പറയുക, നമ്മളെ മനസ്സിനുള്ളിൽ ഒരു വിങ്ങലൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു വിങ്ങലോട് കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ആരെയും ഇൻസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വേറൊന്നിനോ വേണ്ടിയിട്ടല്ല. എനിക്കിങ്ങനെ പറയണം തോന്നിയപ്പോൾ ഞാൻ പറയാണ്. എൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു സ്വിമ്മിങ് പൂൾ ഉണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ ഒരു ടീമിനെ ഏൽപ്പിച്ചതാണ്. നമ്മളെ കമ്പനി അർബാബ് ഡയറക്റ്റ് ഏൽപ്പിച്ചതാണ്. അപ്പോൾ ഇത് കുറച്ചായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ട് നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അത് വേറൊരാളതിന് മുന്നേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആൾ നാട്ടിൽ പോയപ്പോൾ ആൾക്ക് പകരം വന്ന ഒരാൾ, അത് ആദ്യത്തെ ആൾ ബംഗ്ലാദേശ് സ്വദേശിയാനും ഇപ്പോഴത്തെ ആൾ ഏത് രാജ്യക്കാരനാണെന്ന് ഞാൻ ചോദിച്ചില്ല. ആളെ പേരോ നാടോ എന്തോന്നും ഞാൻ ചോദിക്കാൻ നിന്നില്ല. ആൾ ഇതിൽ 2 ഗേറ്റ് ഉണ്ട്, ഒരു മെയിൻ ഗേറ്റും ഉണ്ട്. നമുക്ക് പിന്നെ ഒരു വഴിയുണ്ട് ഇവിടെ. നമുക്ക് എല്ലാ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട്. ആ വഴി കൂടെ വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ ഗേറ്റ് എപ്പോഴും ഓപ്പണാണ്. അതിലേക്ക് കയറാം. ആ സൈഡിലാണ് സ്വിമ്മിങ് പൂൾ വരുന്നത്. അപ്പോൾ ആൾക്ക് വന്നിട്ട് പോവുക, ആളെ പണിയെടുത്തിട്ട് പോവുക. അപ്പോൾ ആൾ ഈ ഗേറ്റിൽ കൂടെ തന്നെ വരും. ഞാൻ ചില സമയത്തെ റൂമിലുണ്ടാവുള്ളൂ, ചില സമയത്ത് ആളോട് ഞാൻ പറഞ്ഞിരിക്കണം ഇവിടെ തട്ടിയിട്ട് ചൂടത്ത് വെറുതെ അങ്ങനെ നിൽക്കണ്ട, അപ്പുറത്ത് കൂടെ പോരെന്ന് പറഞ്ഞു. എന്നാലും ആൾ ഇതിൽ തന്നെ വരുള്ളൂ. എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൾ എന്താ പറയുക, എൻ്റെ അടുത്ത് നിന്ന് ഒരു നേരത്തെ ഒരു ഭക്ഷണം ആൾ ആഗ്രഹിക്കുന്നുണ്ട്. ആൾ വരുന്ന സമയത്ത് അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആൾ. അതെനിക്ക് മനസ്സിലാക്കണം. പക്ഷേ ഞാൻ എൻ്റെ ഭക്ഷണ രീതികൾ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നിൻ്റെ പല സമയത്തുള്ള ഭക്ഷണ രീതികളും കാര്യങ്ങളാണ്. പിന്നെ ഒരാൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ കൊടുക്കണം. അപ്പോൾ ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് ഭക്ഷണം ഇല്ലേനു. പിറ്റേന്ന് ഞാൻ എൻ്റെ കയ്യിൽ ബിസ്ക്കറ്റും 2 ഓറഞ്ചും ഉണ്ട്, അത് ഞാൻ എടുത്ത് കൊടുത്ത്. പിന്നെ അതേമാതിരി ഒരു പ്രാവശ്യം ആൾ പിന്നെ എന്നോട് ഭക്ഷണം ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആൾ പോയി. അപ്പോൾ ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ച് ആൾക്ക് ജോലിയും കാര്യങ്ങളുണ്ട്, ആൾക്ക് ഇത് പ്രിപ്പയർ ആയിട്ട് വന്നുങ്ങാണ്ട് ഭക്ഷണം ഉണ്ടാക്കിങ്ങാണ്ട് കൊണ്ടുവന്നുങ്ങാണ്ട് കഴിക്കാൻ പറ്റും. പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കണത്? അങ്ങനെയുള്ള ഓരോരോ നമ്മളെ മനസ്സിൽ നമ്മളെ മനുഷ്യന്മാരായാലോ പല പല രീതിയിലുള്ള ധാരണകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കി. അപ്പോൾ ഇന്നും ആൾ രാവിലെ വന്നപ്പോൾ ഞാൻ റൂമിലുണ്ടായിരുന്നു. ഞാൻ ഗേറ്റ് തുറന്നു കൊടുത്ത് ആൾ പോണ സമയത്ത് ഞാൻ ചായ കുടിക്കേന്. അപ്പോൾ എന്നോട് കഥക് തട്ടിങ്ങാണ്ട് ചോദിച്ചു. ഞാൻ എൻ്റെ ഫ്രിഡ്ജ് കേടാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഫ്രിഡ്ജിൽ വേറെയുള്ള സാധനങ്ങളൊന്നും വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കേടാവുന്നുള്ള രീതിയിൽ ഞാനൊന്നും വാങ്ങി വെക്കില്ല. കുബൂസ് തന്നെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു നേരം മാത്രമേ കുബൂസ് തിന്നുള്ളൂ. ആ കുബൂസ് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ കേടായിപ്പോൾ. അപ്പോൾ എന്നെക്കൊണ്ട് കുബൂസ് വാങ്ങില്ല. ഇപ്പോൾ ആട്ടൻ്റെ പൊടി ഇതാക്കിയിട്ട് ഞാൻ കലക്കിങ്ങാണ്ട് തേങ്ങൻ്റെ പീര് അത് ഇതാക്കിയിട്ട് അതിൽ കൂട്ടിങ്ങാണ്ട് തിന്നാണ് ചെയ്തേനെ. അപ്പോൾ ഞാനത് തിന്നുകൊണ്ട് അപ്പോൾ ഞാനിന്ന് മാവ് കലക്കിയപ്പോൾ കുറച്ച് കൂടുതൽ മാവുണ്ട്. അപ്പോൾ ആളിനോട് ചോദിച്ച് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ച്. ഇന്ന സാധനം വേണമെന്നൊന്നും പറഞ്ഞില്ല. എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ, ചായ ഉണ്ടോ എന്ന് എന്താ പറയുക, നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യണ ആ ഒരു രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇതായിപ്പോയി. ഞാനവിടെ പോയപ്പോൾ എൻ്റെ ഇതിൽ ഒരു 3-4 എണ്ണം പൊടി ബാക്കിയുള്ളപ്പോൾ എക്സ്ട്രാ ഉണ്ടായി. ഞാൻ ഇനിയിപ്പോൾ വിശക്കുമ്പോൾ ഇനിയിപ്പോൾ പണീൻ്റെ ഇടയിൽ കൂടിയിട്ട് വന്നിട്ട് തിന്നാന്ന് വിചാരിച്ചിങ്ങാണ്ട്, ഞാൻ രാവിലെ എന്തായാലും ഭക്ഷണം കഴിക്കും, പണീൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും തിന്നാന്ന് വിചാരിച്ചിങ്ങാണ്ട് ഞാൻ വെച്ചതാണ്. അപ്പോൾ ആള് പിന്നെയും ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഒരു ഇതുപോലെ തോന്നി. ഞാൻ എന്നിട്ട് അപ്പം തന്നെ കൊണ്ടു കൊടുത്ത്. ഞാൻ ആ ഒരു ഇത് നിങ്ങൾക്ക് ഞാൻ ഇതാക്കാം. ഞാൻ പറയാം, നമ്മൾ മനുഷ്യന്മാരില്ലേ എന്തൊക്കെ സ്ഥിതികളാണല്ലേ. ഓരോരുത്തർ നേരത്തെ ഭക്ഷണം ആൾ എന്നോട് ചോദിച്ചിട്ട് ഞാൻ ഇല്ലയെന്ന് പറഞ്ഞിട്ടു. പിന്നെ 2ാം വരെയും വരുമ്പോൾ എന്നോട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ആളിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ് ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് വരിക. പിന്നെ കൊണ്ട് ആൾക്ക് ഇനി ആളെന്നെ ആൾ മടുക്കണ രീതിയിലല്ല, ഞാൻ എന്തായാലും നന്നാക്കിയിട്ട് കൊടുക്കാൻ ശ്രമിക്കും. പക്ഷേ ആൾക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആളതിനോട് തുറന്നു പറയണ ഒരു ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ ആളോട് ഞാൻ പറയും, ഇങ്ങനെയാണ് എൻ്റെ ഭക്ഷണ രീതികളൊക്കെ എങ്ങനെയാണ്. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ചിലപ്പോൾ എനിക്ക് എന്താ പറയുക, ചില സമയത്ത് രാവിലെയുള്ള പണിക്ക് പോയി കഴിഞ്ഞാൽ ഏത് സമയത്ത് വരാമെന്നൊന്നും പറയാൻ പറ്റില്ല, എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വിശക്കുന്നവർക്ക് ആ ഒരു ചോദിക്കുമ്പോൾ നമ്മളതിൽ നമ്മളെ മതവും കാര്യങ്ങളും അതൊക്കെ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താ പറയുക, എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ ഇതേമാതിരി നമ്മൾ ആരെങ്കിലുമൊക്കെ ഈ രീതിയിൽ കാണുകയാണെങ്കിൽ നമ്മൾ ഓലോടൊന്ന് ജസ്റ്റ് ചോദിക്കുക, ഒരു ചായ കുടിക്കണോ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇതുണ്ട് ഇത് തിന്നണോ, അങ്ങോട്ട് ചോദിക്കണം. നമ്മളെന്തായാലും തട്ടി മാറ്റാൻ നിൽക്കരുത്. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഇൻഷാ അല്ലാഹ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ എന്തെങ്കിലും രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കണേ. ആഴ്ചയിൽ 2 ദിവസമായി വരുന്ന ആ 2 ദിവസം ഞാൻ അതിന് കണക്കാക്കിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കും ഇൻഷാ അല്ലാഹ്. നമ്മൾ കഴിവുള്ള ആളതൊന്നുമല്ല, പക്ഷേ ഇൻഷാ അല്ലാഹ്